ഓപ്പറേഷൻ നംഖാറിലൂടെ കസ്റ്റംസ് പിടിച്ചെടുത്ത ഫസ്റ്റ് ഓണർ വാഹനം നിറം മാറ്റാനായിരുന്നു എത്തിച്ചതെന്ന് സ്ഥിരീകരിച്ച് വർക്ക്ഷോപ്പ് ഉടമ. വാഹനം മാഹിൻ അൻസാരിയുടേത് എന്ന് അറിയിക്കാതെയാണ് 2 ആഴ്ച മുൻപ് വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. രേഖകൾ പിന്നീട് നൽകാം എന്ന് അറിയിച്ചതായി കുണ്ടന്നൂരിലെ ഓട്ടോ ഷോപ്പ് ഉടമ 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി തന്നെ വ്യാപക പരിശോധനയാണ് കസ്റ്റംസ് നടത്തുന്നത്. ഇന്നലെയാണ് കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ഓണർ വാഹനം കസ്റ്റംസ് പിടികൂടിയത്. അത് ആ വാഹനവുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹതയുണ്ടെന്ന് കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. ഒരു കുണ്ടന്നൂരിലെ ഒരു വർക്ക്ഷോപ്പിൽ വെച്ചായിരുന്നു ആ വാഹനം പിടികൂടിയത്. ആ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ 24 സംഘം എത്തിയിരിക്കുകയാണ്. വർക്ക്ഷോപ്പിന്റെ ഉടമയാണ്. എപ്പോഴാണ് വാഹനം ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ വന്നിട്ട് 2 ആഴ്ചയായി വണ്ടി വന്നിട്ട്. 2 ആഴ്ചക്ക് മുമ്പ് വന്ന വണ്ടിയാണ്. നമ്മൾ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയായിരുന്നു. വാഹനം കൊണ്ടുവരുമ്പോൾ ആളെന്തായിരുന്നു പറഞ്ഞത്? എന്ത് ചെയ്യാനായിരുന്നു ഇവിടെ കൊണ്ടുവന്നത്? അത് ഫുൾ ബോഡി കളർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. വണ്ടി കളർ വൈറ്റ് ആയിരുന്നു, അത് ബ്ലാക്കിലേക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഏത് ദിവസമാണ് കൊണ്ടുവന്ന് ഓർക്കുന്നത്? ഒരു 12-ാം തീയതിയാണ് വണ്ടി വന്നത്. മലയാളിയാണോ കൊണ്ടുവന്നത്? മലയാളിയാണോ? എന്തായിരുന്നു ഈ കളർ മാറ്റം മാത്രമാണോ ആവശ്യപ്പെട്ടല്ലോ? വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? കളർ മാറ്റം മാത്രം പറഞ്ഞിട്ടുള്ളായിരുന്നു. വേറെ ഒന്നും മോഡിഫിക്കേഷൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. വാഹനങ്ങളുടെ കളർ മാറ്റം സ്വതവേ നടക്കുന്നതാണ്, അതുകൊണ്ട് മറ്റു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, അങ്ങനെ പ്രത്യേകം നമുക്ക് സംശയം. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച തൊട്ടാണ് ഇതെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സംശയം തോന്നിയില്ല. കൊണ്ടുവന്നയാളുടെ പേര് മാഹിൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? കാരണം ഇപ്പോൾ കസ്റ്റംസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാഹിൻ പറഞ്ഞില്ല. മാഹിൻ്റെ പേര് ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. പുള്ളിയുടെ ആണെന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ ലാസ്റ്റാണ് ഞങ്ങൾ അറിയുന്നത് മാഹിൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ആണെന്ന് അറിഞ്ഞത്. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു പിന്നീട് കൊണ്ടുവന്നു തരാമെന്നാണ് പറഞ്ഞത്. പണി സ്റ്റാർട്ട് ചെയ്തോളൂ, ഞങ്ങൾ കൊണ്ടുവന്നു തരാമെന്നാണ് പറഞ്ഞത്. ഡീറ്റെയിൽസ് കൊണ്ടുവന്നില്ല? പിന്നെ ഡീറ്റെയിൽസ് ഒന്നും കൊണ്ടുവന്നില്ല. വെറും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ കൊണ്ടുവന്നു തരാം, നിങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്തോളാം. 2 ആഴ്ച ഞങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്യാതെ വണ്ടി പുറത്ത് തന്നെയായിരുന്നു കിടന്നിരുന്നത്. പിന്നെ ഇന്നലെയാണ് ഞങ്ങൾ വണ്ടി, അപ്പോൾ അയാൾ ഫോഴ്സ് ചെയ്യായിരുന്നു തുടങ്ങുന്നു പറഞ്ഞിട്ട്. അങ്ങനെ വണ്ടി ഞങ്ങൾ അകത്തേക്ക് പണി തുടങ്ങിയതും അവർ വന്ന് അങ്ങനെ വണ്ടി സീസ് ചെയ്ത് കൊണ്ടുപോയത്. കസ്റ്റംസ് എന്തായിരുന്നു ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്? അവർ പറഞ്ഞ് ഇനി ഇങ്ങനെ ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ അലേർട്ടായിരിക്കണം. ഇങ്ങനെ ഇപ്പോൾ പുറത്തുനിന്ന് ഒത്തിരി വണ്ടികൾ, അതർ സ്റ്റേറ്റ് വണ്ടികൾ വരുന്നുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് അവരുടെ RCയും ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഇനി അടുത്ത വണ്ടികൾ ഇനി വരുവാണെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അലേർട്ട് എന്തായാലും ഇപ്പോൾ തന്നിട്ടുണ്ടല്ലേ? തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏത് വണ്ടിയായിരുന്നു ഇവിടെ അങ്ങനെ വന്നത്? ലാൻഡ് ക്രൂസറായിരുന്നു. മുമ്പ് അങ്ങനെ വന്നിരുന്നോ ഈ സമീപത്ത്? ഇല്ല, അടുത്തിടെയൊന്നും അങ്ങനെ ഒന്നും വന്നിട്ടൊന്നുമില്ല. പ്ലേറ്റ് മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു? ഇല്ല, പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്പർ പ്ലേറ്റ് ഊരിയെന്നേ ഉള്ളൂ. വാഹനം നിറം മാറ്റാനായിരുന്നു ഇവിടെ കൊണ്ടുവന്നത് സ്ഥിരീകരിക്കുകയാണ് ഉടമകൾ. അത്തരത്തിൽ ഈ സമയത്ത് കൂടുതൽ വാഹനങ്ങൾ ഇങ്ങനെ നിറം മാറ്റാൻ അടക്കമുള്ള നടപടികൾ നടക്കുന്നത് കസ്റ്റംസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത ഇത്തരം വർക്ക്ഷോപ്പ് ഉടമകൾക്കെല്ലാം നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് സ്വാതിക്കൊപ്പം നിതിൻ അംബുജൻ, 24. ഇപ്പോൾ നമ്മൾ കണ്ടത് ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ഫസ്റ്റ് ഓർ വാഹനം അത് നിറം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന വർക്ക്ഷോപ്പിന്റെ ഉടമ ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജനുമായി സംസാരിച്ചതാണ്. അവിടെ വന്ന് വാഹനം സീസ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഓണർ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വണ്ടിയുടെ രേഖകളൊന്നും തന്നെ കൈമാറിയിരുന്നില്ല. പിന്നീട് രേഖകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നീട് അത് കൊണ്ടുവരാൻ പണി നടക്കട്ടെ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വെള്ള വാഹനമാണ് കൊണ്ടുവന്നത്. അത് കറുപ്പിലേക്ക് ബ്ലാക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ് ഈ വർക്ക്ഷോപ്പിനെ ഏൽപ്പിച്ചത്. ഇനി മതിയായ രേഖകളില്ലാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വാഹനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മതിയായ രേഖകളില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന കർശനമായ ഒരു നിർദ്ദേശം ഈ വർക്ക്ഷോപ്പ് ഉടമകൾക്ക് നൽകിയിട്ടുണ്ട്. നിതിൻ അംബുജൻ അവരുമായി സംസാരിച്ചു. നിതിൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് തത്സമയം. നിതിൻ, ഈ ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ഫസ്റ്റ് ഓണർ വാഹനം അത് നിറം മാറ്റാൻ കൊണ്ടുവന്നതായിരുന്നു എന്നാണ് ഈ വർക്ക്ഷോപ്പ് ഓണേഴ്സ് പറയുന്നത്. പക്ഷേ ഈ വാഹനത്തിന്റെ ഉടമയാരാണ് എന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല. ഈ വാഹനത്തിന്റെ യഥാർത്ഥ രേഖകൾ അവർ പരിശോധിച്ചിട്ടില്ല. പിന്നീട് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ് പണി നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോയി എന്നാണ് ഈ വർക്ക്ഷോപ്പ് ഉടമകൾ പറയുന്നത്. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഈ കേരളത്തിൽ മറ്റിടങ്ങളിലേക്കും വർക്ക്ഷോപ്പുകളിലേക്കും ഒക്കെ എത്തുന്നുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് ഈ സീസ് ചെയ്ത് കൊണ്ടുപോയ വാഹനത്തിന്റെ ഉടമയെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? വർക്ക്ഷോപ്പ് ഉടമകൾ നൽകിയ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? കഴിഞ്ഞ 3 ദിവസമായി തന്നെ ഓപ്പറേഷൻ നുങ്കൂർ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാച്ചായിരുന്നു ഇന്നലെ കസ്റ്റംസിന് ലഭിച്ചത്. അത് കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ഓണർ വാഹനമാണ് ഇന്നലെ കസ്റ്റംസ് കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടികൂടിയത്. ഈ പിടികൂടിയ വാഹനത്തിൽ സംബന്ധിച്ച് അടിമുടി ദുരൂഹതയുണ്ടെന്ന് കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഓട്ടോ ഷോപ്പ് ഉടമ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 12, അതായത് ഈ മാസം 12-ാം തീയതിയായിരുന്നു ഈ വർക്ക്ഷോപ്പിലേക്ക് ഈ വാഹനം എത്തുന്നത്. നിറം മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനം എത്തിയത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ നിന്ന് എത്തിച്ച വാഹനമായതുകൊണ്ട് ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക്
ഇവിടെ ഈ ഒരു പണി ചെയ്യാമെന്ന് വർക്ക്ഷോപ്പ് ഉടമ അറിയിച്ചു. അതിനുശേഷം ഈ വാഹനം ഇവിടെ തന്നെ കിടക്കുകയായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് ഞങ്ങൾ MVDക്ക് കൈമാറിക്കൊള്ളാം, അല്ലെങ്കിൽ ഇവിടെ പിന്നീട് നൽകാം എന്നായിരുന്നു ഈ വർക്ക്ഷോപ്പ് ഓണറോട് ഈ വാഹന കൊണ്ടെത്തിച്ചയാൾ പറഞ്ഞത്. പക്ഷേ അത് മാഹിൻ അൻസാരി ആണോ എന്ന കാര്യത്തിൽ ഇവർക്ക് അത്ര വലിയ ധാരണയില്ല. കാരണം ഈ വാർത്തകളൊക്കെ തന്നെ വരുന്നതിന് മുൻപാണ് ഇത്തരമൊരു നീക്കം ഈ വാഹന ഉടമയുടെ ഭാഗത്തും ഉണ്ടായത്. പക്ഷേ അതിനുശേഷം വ്യക്തമായി ഇത് മാഹിൻ അൻസാരിയുടെ വാഹനമാണ്. കസ്റ്റംസ് ഇന്നലെ ഇത് പിടിച്ചെടുക്കുകയായിരുന്നു. അതിനിടയിൽ തന്നെ ഈ വാഹനം കൊണ്ടെത്തിച്ചാൽ നിരന്തരം ഈ വർക്ക്ഷോപ്പ് ഉടമയെ വിളിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. വാഹനത്തിന്റെ നിറം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. ഇതിലിപ്പോൾ ഈ വർക്ക്ഷോപ്പ് ഉടമകൾ പറഞ്ഞിരിക്കുന്നത് മേലിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ മതിയായ രേഖകൾ പരിശോധിക്കാതെ ഇത്തരം ഈ നിറം മാറ്റുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോഡിഫിക്കേഷന് വേണ്ടി നിൽക്കരുത് എന്ന് കൂടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.